This was completed in a record time, and the Income Tax Act 2025 will come into effect from 1st April 2026. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ലാതെ കേന്ദ്ര ബജറ്റ്. ചെറിയ നികുതി വെട്ടിപ്പുകൾക്ക് ശിക്ഷ, പിഴ മാത്രം. വാഹനാപകട നഷ്ടപരിഹാര തുകയ്ക്ക് നികുതിയില്ല. വിദേശത്തേക്ക് പണം അയക്കുന്നതിന് നികുതി കുറയ്ക്കും. പ്രമേഹം, ക്യാൻസർ മരുന്നുകളുടെ വില കുറയും. ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതി. നാളികേര ഉൽപാദന വർധനവിനും പദ്ധതി. സ്ത്രീ ശാക്തീകരണത്തിനായി ഷീമാട്ടുകൾ പ്രഖ്യാപിച്ച് ധനമന്ത്രി. ബജറ്റ് ഭാവിയിലേക്കുള്ള ചുവടുവയ്പ്പെന്ന് പ്രധാനമന്ത്രി. നിർമ്മല സീതാരാമന് പ്രശംസ. आज का बजट ऐतिहासिक है. ये बजट अपार अवसरों का राजमार्ग है. ये बजट वर्तमान के सपनों को साकार करता है. നിറം മങ്ങിയ ബജറ്റ് എന്ന കോൺഗ്രസ്. കുത്തനെ ഇടിഞ്ഞ് ഓഹരി വിപണി. കേരളത്തെ കൈയൊഴിഞ്ഞ് കേന്ദ്ര ബജറ്റ്. അതിവേഗ റെയിൽ ഇടനാഴി പരിഗണിച്ചില്ല. എയിംസ് ഇല്ല. വിഴിഞ്ഞത്തെക്കുറിച്ച് പരാമർശം പോലുമില്ല. കടലാമ പരിചരണത്തിന് പ്രത്യേക കേന്ദ്രം. പ്രതിഷേധിച്ച് എംപിമാർ. കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. രാജ്യത്തിന്റെ ഭൂപടത്തിൽ കേരളമുണ്ടെന്ന് കേന്ദ്രമന്ത്രി മറന്നു. ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളൊന്നും പരാമർശിച്ചതേയില്ല. എന്താണ് കേരളത്തിനുള്ള അയോഗ്യത? പ്രതീക്ഷിച്ചതൊന്നും ലഭിച്ചില്ലെന്ന് കെ എൻ ബാലഗോപാൽ. കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനമെന്ന് എം വി ഗോവിന്ദൻ. മനഃപൂർവ്വം കേരളത്തെ ഉപേക്ഷിച്ചെന്ന് വി ഡി സതീശൻ. കേന്ദ്ര പദ്ധതികൾ കേരളം നടപ്പാക്കുന്നില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. സി ജെ റോയ്ക്ക് യാത്രാമൊഴി. മൃതദേഹം ബംഗളൂരു കൽക്കരയിലെ ലക്ഷറി റിസോർട്ടിൽ സംസ്കരിച്ചു. അന്ത്യാഞ്ജലി അർപ്പിച്ച പ്രമുഖർ. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം. പാകിസ്ഥാനെ വിറപ്പിച്ച് ബലൂച്ച് ലിബറേഷൻ ആർമി. ISI കേന്ദ്രങ്ങൾ അടക്കം ആക്രമിച്ചു. 84 പേർ കൊല്ലപ്പെട്ടു. 18 പേരെ തട്ടിക്കൊണ്ടുപോയി. മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള നീക്കമെന്ന് BLA. കൊച്ചിയെ ആവേശത്തിലാക്കി ന്യൂസ് 18 നെറ്റ്വർക്ക് റൺ മാരത്തോൺ. 3500-ലേറെ പേർ പങ്കെടുത്തു. ജില്ലാ കളക്ടർ ഫ്ലാഗ് ഓഫ് ചെയ്തു. വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ സമ്മാനിച്ചു. ജനപ്രിയ പ്രഖ്യാപനങ്ങളില്ലാതെ ബജറ്റ്. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു. ആദായ നികുതി ഘടനയിൽ മാറ്റമില്ല. എന്നാൽ നികുതി നിയമങ്ങൾ ലഘൂകരിക്കുമെന്നും പുതിയ ആദായ നികുതി നിയമം ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും പ്രഖ്യാപനമുണ്ട്. വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിയും ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ ഉത്തേജനത്തിനുള്ള പാക്കേജും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഭാവി മുന്നിൽ കണ്ടുള്ള ബജറ്റ് എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. In July 2024, I announced a comprehensive review of the Income Tax Act 1961. This was completed in a record time, and the Income Tax Act 2025 will come into effect from 1st April 2026 to address practical issues of small taxpayers like students, young professionals, tech employees, relocated NRIs, and such others. I propose to introduce a one-time 6-month foreign asset disclosure scheme for these taxpayers to disclose income or assets
മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാമത്തെ പൊതു ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. NDA സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഇല്ലാത്തതുകൊണ്ടും ഒപ്പം പൊതു തെരഞ്ഞെടുപ്പിന് ഇനി 2 വർഷം കൂടി ശേഷിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ബജറ്റിൽ കാര്യമായ ജനപ്രിയ പ്രഖ്യാപനങ്ങളോ വമ്പൻ പ്രഖ്യാപനങ്ങളോ ഉണ്ടാകില്ല എന്ന് പൊതുവെ തന്നെ നിരീക്ഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഈ സംസ്ഥാനങ്ങൾക്ക് കാര്യമായ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. എന്നാൽ സംസ്ഥാനങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോഴും അങ്ങനെ വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിവേഗ റെയിൽ പദ്ധതിയിൽ തമിഴ്നാടും പശ്ചിമ ബംഗാളും ഇടം പിടിച്ചപ്പോൾ കേരളം ആ പദ്ധതിയുടെ ഭാഗമായില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം ധാതുമണൽ ഖനന ഇടനാഴി, കടലാമ സംരക്ഷണ കേന്ദ്രം എന്നിവയാണ് കേരളത്തെ പരാമർശിച്ച ഈ പ്രധാനപ്പെട്ട പദ്ധതികൾ. ആയുർവേദ മെഡിക്കൽ കോളേജ്, നാളികേര വികസനം, കശുവണ്ടി കോക്കോ ബ്രാൻഡിംഗ്, കൈത്തറി, കരകൗശല വസ്തുക്കളുടെ പ്രോത്സാഹനം എന്നിവയും പ്രത്യക്ഷമായോ പരോക്ഷമായോ തന്നെ കേരളത്തിന് ഗുണകരമാകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ബജറ്റ് 2026 ആദായ നികുതിയിൽ ഘടനാപരമായ മാറ്റം ഒന്നും തന്നെ വരുത്തിയിട്ടില്ല. അതേസമയം നേരത്തെ പരിഷ്കരിച്ച നിയമം എന്നത് 2026 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വരും എന്ന് ധനമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. ഒപ്പം നികുതി നിയമങ്ങൾ ലഘൂകരിക്കുമെന്നും ബജറ്റിൽ പറയുന്നത് കാണാൻ സാധിച്ചിരുന്നു. വിദേശത്തേക്ക് പണം അയക്കുന്നതിന് നികുതി കുറയും എന്നത് കേരളത്തിലെ വലിയൊരു വിഭാഗത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്. കാരണം കേരളത്തിൽ നിന്ന് നിരവധിയായ കുട്ടികൾ ഇപ്പോൾ വിദേശത്ത് പോയി പഠനം നടത്തുന്നുണ്ട്. അവർക്ക് പഠന ആവശ്യങ്ങൾക്ക് അടക്കം പണം അയക്കുമ്പോൾ അതിൽ നികുതി കുറച്ചിരിക്കുന്നു എന്നത് അനുകൂലമാകുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഒപ്പം പ്രവാസികളുടെ ഓഹരി നിക്ഷേപ പരിധി എന്നത് 5% 10% ബജറ്റിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. വിദേശയാത്രയുടെ നികുതി 5% നിന്ന് 2% കുറയ്ക്കുകയും ചെയ്തു. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള നികുതി 5% 2% കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വാഹന അപകട നഷ്ടപരിഹാര തുകയ്ക്ക് നികുതി ഇനി ഏർപ്പെടുത്തില്ല എന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കാർഷിക മേഖലയുടെ ഉന്നമനത്തിനു വേണ്ടി, കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ധനസഹായ പദ്ധതിയാണ് ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഒപ്പം സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. വനിതാ സംരംഭകർക്ക് ഷീമാർട്ട്, വനിതാ സംരംഭത്തിന് സഹായം എന്നിങ്ങനെ നീളുകയാണ് വനിതകൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ. ഒപ്പം പ്രമേഹം, ക്യാൻസർ ഉൾപ്പെടുന്ന മരുന്നുകൾ, അതായത് ഈ രോഗത്തിന് വേണ്ട മരുന്നുകളുടെ എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ 2 വിഭാഗത്തിലും പെട്ട മരുന്നുകൾക്ക് വില കുറയുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. 2026 ബജറ്റ് പൊതുവെ നിരീക്ഷിക്കുമ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുകയും ധനക്കമ്മി കുറയ്ക്കുക, വിലക്കയറ്റം പിടിച്ചു നിർത്തുക, അതോടൊപ്പം തന്നെ നാണ്യപ്പെരുപ്പത്തെ നിയന്ത്രിക്കുക, ഇത്തരം ലക്ഷ്യങ്ങളാണ് ഉന്നമിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം അമേരിക്ക ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള അധിക തീരുവയെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള നയങ്ങളും ഈ ബജറ്റിൽ പ്രകടമാകുന്നു. പ്രത്യേകിച്ച് ഫാർമ ഉൾപ്പെടെ യൂറോപ്യൻ യൂണിയനുമായി വ്യാപാര കരാറിൽ ഏർപ്പെടുമ്പോൾ ബാധകമാകുന്ന വിഷയങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകിയിട്ടുണ്ട് ബജറ്റിൽ എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ബയോ ഫാർമയ്ക്ക് വേണ്ടി 10,000 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത്. സെമി കണ്ടക്ടർ മിഷൻ 2.0 വേണ്ടിയിട്ടും പണം കണ്ടെത്തിയിരിക്കുന്നു. 40,000 കോടി രൂപയാണ് മാറ്റിവെക്കുന്നത്. ആധുനിക സാങ്കേതിക സംവിധാനങ്ങളിലെ മികവ് പുലർത്തുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. AI സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിട്ടുള്ള വാണിജ്യ വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളുമാണ് നമുക്ക് ബജറ്റിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. ബജറ്റ് പ്രസംഗം 1.5 മണിക്കൂറോളം നീളുന്ന ഒന്നായിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഈ ബജറ്റിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. അതേസമയം പ്രതിപക്ഷം ബജറ്റ് നിരാശപ്പെടുത്തുന്നു എന്ന വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് ഐതിഹാസിക ബജറ്റ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ബജറ്റാണ് നിർമ്മല അവതരിപ്പിച്ചത്. വലിയ അവസരങ്ങൾ തുറക്കുന്ന ബജറ്റാണിതെന്നും പ്രധാനമന്ത്രി പ്രശംസിച്ചു. आज का बजट ऐतिहासिक है. इसमें देश की नारी शक्ति का सशक्त प्रतिबिंब झलकता है. निर्मला जी ने लगातार 9वीं बार देश का बजट प्रस्तुत करके नया रिकॉर्ड बनाया है. ये बजट अपार अवसरों का राजमार्ग है. ये बजट वर्तमान के सपनों को साकार करता है.
അതേസമയം കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വലിയ അവഗണനയാണ് നേരിട്ടത്. കേരളം ഏറെ പ്രതീക്ഷിച്ചിരുന്ന എയിംസ് അടക്കം കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. 7 അതിവേഗ റെയിൽ ഇടനാഴി പ്രഖ്യാപിച്ചപ്പോൾ അതിലും കേരളത്തെ തഴഞ്ഞു. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞവും പരാമർശിക്കപ്പെട്ടില്ല. ആർ കിരൺ ബാബു വിവരങ്ങളുമായി. കിരൺ, ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് വരുന്ന കേന്ദ്ര ബജറ്റ് ആയതുകൊണ്ട് സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. ഇതിപ്പോ സോഷ്യൽ മീഡിയയൊക്കെ തുറക്കുമ്പോൾ കാണുന്നത് പോലെ ആമ വളർത്തൽ കേന്ദ്രത്തിനപ്പുറത്തേക്ക് ഒന്നും പോകാൻ ഈ ബജറ്റിലായില്ല. അത് വലിയ പ്രതിഷേധവും ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതെ, അതുതന്നെയാണ്. കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ബംഗാളിനും തമിഴ്നാടിനും, ഈ 2 സംസ്ഥാനങ്ങൾക്കും അതിവേഗ റെയിൽ കോറിഡോർ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൻ്റേത് മാത്രമായി പ്രഖ്യാപിച്ച ഏക പദ്ധതി ഈ കടലാമ പരിപാലന കേന്ദ്രമാണ്. കടലാമ പരിപാലന കേന്ദ്രം സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്ന നല്ല കാര്യമാണ്. പ്രകൃതിയുമായും കടലുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട വിഷയമാണ്. അതിന് അങ്ങനെ പരിപാലനം വേണ്ടതുമാണ്. ഇപ്പോൾ ഒരു പദ്ധതി ഇല്ലെങ്കിലും തന്നെ സാധാരണക്കാരായ നാട്ടുകാരൊക്കെ കടലാമയുടെ മുട്ടയൊക്കെ സംരക്ഷിക്കുകയും അതിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി അവിടെ വിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ അത്ര സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് നല്ല കാര്യം. പക്ഷേ കേരളം പ്രധാനമായും ഉന്നയിച്ച ചില വിഷയങ്ങളുണ്ടായിരുന്നു. കാരണം ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഉറപ്പായും അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെ ഒരു കീഴ്വഴക്കവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണയൊക്കെ ബീഹാറിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും ബീഹാറിൻ്റെ പേര് 11 തവണയാണ് ബജറ്റിൽ തന്നെ നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. ഏത് മേഖല വരുമ്പോഴും ബീഹാറിന് വേണ്ടി പ്രത്യേക പദ്ധതി, ബീഹാറിൻ്റെ പരിഗണന, അത്രത്തോളം പരിഗണന. അപ്പോൾ ബീഹാറിന് കിട്ടിയ ആ ഭരണം BJP ഭരണം പ്രതീക്ഷിക്കുന്ന ബീഹാറിന് കിട്ടിയ പരിഗണനയൊന്നും ഇല്ലെങ്കിലും തിരുവനന്തപുരം പോലെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നഗരസഭയുടെ ഭരണം BJP കിട്ടിയപ്പോൾ ഒരു ചെറിയ പരിഗണനയെങ്കിലും കേരളത്തിന് ലഭിക്കുമെന്ന് കേരളത്തിലെ BJPക്കാരടക്കം അമിതമായി പ്രതീക്ഷയുണ്ടായിരുന്നു. എന്തായാലും അതൊന്നും ഉണ്ടായില്ല. എയിംസ് കേരളത്തിലെ തന്നെ ഒരു മന്ത്രി പറഞ്ഞത് നമുക്ക് സാധാരണ പൊതുവേദിയിൽ പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഏതോ ഒരു മോനെ എന്നൊക്കെ ചേർത്തിട്ടായിരുന്നു എയിംസ് വരും എന്നൊക്കെ സുരേഷ് ഗോപി പറഞ്ഞത്. പക്ഷേ അത്രയൊക്കെ പറയുമ്പോൾ നമ്മൾ കരുതി അദ്ദേഹത്തിന് അത്രത്തോളം ആത്മവിശ്വാസം കാണും, അദ്ദേഹത്തിന് കേരളത്തിൽ വരും, അതുകൊണ്ടാണ് താൻ ഒരു മുൻകൂട്ടി ഒരു ഡയലോഗ് സിനിമാ സ്റ്റൈലിലൊക്കെ പറഞ്ഞിട്ടതെന്ന്. പക്ഷേ എയിംസ് എന്തായാലും വന്നില്ല. 2014 പ്രഖ്യാപിച്ച BJP ഭരണം വരുന്ന സമയത്ത് നദ്ദ പ്രഖ്യാപിച്ചതാണ് കേരളത്തിന് എയിംസ് തരാം എന്നുള്ളത്. ആലോചിക്കണം, ഇത്ര കാലമായിട്ടും ആ എയിംസ് കിട്ടിയിട്ടില്ല. അതിനു മുമ്പുണ്ടായിരുന്ന UPA സർക്കാരിൻ്റെ കാലത്തും 10 വർഷവും കിട്ടിയില്ല എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾക്കെല്ലാം എയിംസ് ഉണ്ട്, അവിടെ എല്ലാം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിന് മാത്രം ഇല്ലാത്ത അവസ്ഥ. മറ്റൊന്ന് കോറിഡോറാണ്, ഈ അതിവേഗ റെയിൽ കോറിഡോറാണ്. ഈ ശ്രീധരൻ തന്നെ, കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി കൂടിയായ ഈ ശ്രീധരൻ തന്നെ അതിൻ്റെ പദ്ധതിയുടെ വിശദാംശങ്ങളൊക്കെ പ്രഖ്യാപിച്ചു. തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാന സർക്കാർ ബജറ്റിൽ മറ്റൊന്നും കൂടി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ കേന്ദ്രം പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപനം എന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ അവിടെയും 7 റെയിൽ കോറിഡോറുകളാണ് പ്രഖ്യാപിച്ചത്. തമിഴ്നാട്ടിലേക്ക് 7 റെയിൽ കോറിഡോർ പ്രഖ്യാപിക്കുമ്പോൾ ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട തമിഴ്നാട്ടിലേക്ക് 2 കോറിഡോറുകളാണ്. ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കും ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലേക്കും. തമിഴ്നാടിന് സമീപമുള്ള 2 സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട 2 നഗരങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാളിൽ സിലിഗുരിയിലേക്ക് വാരണാസിയിൽ നിന്ന് ഒരു റെയിൽ കോറിഡോർ വരുന്നു. ബംഗാളിനെ സംബന്ധിച്ചും അത് നേട്ടമാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പദ്ധതിയുടെ പ്രഖ്യാപനമില്ല. ഇതടക്കം കേരളത്തിൻ്റെ സാമ്പത്തിക ബാധ്യത പരിഹരിക്കാനുള്ള പദ്ധതികൾ, ഇതെല്ലാം കഴിഞ്ഞ് വിഴിഞ്ഞം തുറമുഖം, അദാനി തുറമുഖമാണ്. ആ തുറമുഖത്തിന് എന്തായാലും അവഗണിക്കില്ല. ആ തുറമുഖത്തിനെങ്കിലും പ്രത്യേക പരിഗണന ലഭിക്കും. അതിലേക്ക് റെയിൽ കണക്ടിവിറ്റി വരാനുണ്ട്, റോഡ് കണക്ടിവിറ്റി ശരിയാവാനുണ്ട്, അതിന് അനുബന്ധ ഹബ്ബുകൾ ശരിയാവാനുണ്ട്. ഇതൊക്കെയും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. അതും എന്തായാലും ഉണ്ടായിട്ടില്ല. എന്തായാലും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കണ്ടുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയമായ ഏതെങ്കിലും ഒരു പ്രത്യേക പരിഗണന കേരളത്തിന് നൽകിയില്ല എന്നതുകൂടി പറയാൻ നമുക്ക്. ആവശ്യമായതൊന്നും നൽകിയില്ല, അങ്ങനെ രാഷ്ട്രീയം കണ്ടുള്ള പരിഗണനയും കേരളത്തിന് നൽകിയില്ല എന്നതാവും നമുക്ക് പറയാൻ കഴിയും. ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ധാതു മേഖലയ്ക്കായി പ്രഖ്യാപിച്ച പ്രത്യേക ഇടനാഴിയിൽ ഇടം പിടിച്ചതാണ് കേരളത്തിന് ഏക ആശ്വാസം. കേരളത്തിന് പുറമെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളെ ഉൾക്കൊള്ളിച്ചാണ് ധാതു ഇടനാഴി. അതേസമയം പൂർണ്ണമായും പൊതുമേഖലയിൽ നിൽക്കുന്ന ധാതു മേഖല സ്വകാര്യ മേഖലയ്ക്ക് ആകുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. അവഗണനകൾക്കിടയിലും കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനമായിരുന്നു ധാതു ഇടനാഴി. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളെ കോർത്തിണക്കിയുള്ള പദ്ധതി വലിയ വികസന സാധ്യതകൾക്ക് വഴി തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കേരളത്തിന് പുറമെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഒറീസ അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഇതിന്റെ നേട്ടമുണ്ടാകും. We now propose to support the mineral-rich states of Odisha, Kerala, Andhra Pradesh and Tamil Nadu to establish dedicated rare earth corridors to promote mining, processing, research and manufacturing. To enhance domestic chemical production and reduction import dependency and reduce import dependency, we will launch a scheme to support states in establishing 3 dedicated chemical parks through challenge route on a cluster-based plug-and-play model.
വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിച്ച് ചവറ മുതൽ കൊച്ചി വരെ നീളുന്ന ധാതു ഇടനാഴി എന്ന ആശയത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. സംസ്ഥാന ബജറ്റിലും ഇത് സംബന്ധിച്ച് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. കരിമണലിന് ഏറെ സാധ്യതയുള്ള കേരളത്തിന് ഇതേറെ പ്രതീക്ഷ നൽകുന്നതുമാണ്. ഈ കരിമണൽ സാധ്യതാ മേഖലകളിൽ പുതിയ വികസനം കൊണ്ടുവരാൻ കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനം വഴി തുറക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇതിൻ്റെ സാധ്യതയുണ്ട്. എന്നാൽ കേരളത്തിന് മാത്രം സാധ്യതയുണ്ടാക്കുന്ന കരിമണൽ തീരങ്ങളെ പുതിയ തരത്തിൽ വികസനത്തിന് ഇത് വഴി തുറന്നേക്കാം. പുതിയ ഇടനാഴി പ്രഖ്യാപനം പുതിയ വികസന നേട്ടങ്ങളും ഒപ്പം തന്നെ മറ്റ് സാധ്യതകൾക്കും വഴി തുറക്കുമെങ്കിലും മറ്റു ചില വെല്ലുവിളികളും ഉയരുന്നുണ്ട്. അതിലൊന്ന്, കേരളത്തിൽ കരിമണൽ മേഖലയുടെ ഖനനം പൂർണ്ണമായും പൊതുമേഖലയിലാണ്. ഇത് സ്വകാര്യ മേഖലയ്ക്ക് നൽകാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കത്തിന് കഴിയുമോ? അങ്ങനെയെങ്കിൽ അതുണ്ടാക്കുന്ന പാരിസ്ഥിതികവും അല്ലാത്തതുമായ വെല്ലുവിളി ചെറുതല്ല. സംസ്ഥാന സർക്കാർ ഈ ആശങ്ക പങ്കുവച്ചു കഴിഞ്ഞു. ഇടനാഴി ധാതുക്കൾക്ക് അത് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത് നമ്മുടെ കയ്യിലുള്ള ധാതു അപ്പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഉദ്ദേശമാണോന്നറിയില്ല. ഇപ്പോൾ വരുന്ന ഭേദഗതികൾ സംസ്ഥാനത്തുള്ള അധികാരത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ധാതുക്കളുടെ ലേലം ഉൾപ്പെടെ കേന്ദ്രത്തിന് നേരിട്ട് ചെയ്യാനുള്ള അവകാശം നൽകുന്ന ചില ഭേദഗതികൾ ഇപ്പോൾ പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള ധാതുക്കൾ എടുക്കാനാണോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. ധാതു ഇടനാഴി പ്രഖ്യാപനത്തിനപ്പുറം കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന ചില പ്രഖ്യാപനങ്ങൾ കൂടി കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് നാളികേര വികസനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമാണ്. നാളികേര വികസനത്തിനുമായി പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ നീക്കങ്ങൾ കേരളത്തിന് ഒരുപക്ഷെ വലിയ ഗുണം ചെയ്തേക്കാം. പക്ഷേ കേരളത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടില്ല ഈ പദ്ധതിയിൽ എന്നതും ഓർക്കുക. മറ്റൊന്ന് കടലാമ സംരക്ഷണമാണ്. കടലാമ സംരക്ഷണത്തിന് വേണ്ടി കേരളത്തിലും ഒപ്പം കർണാടകയിലും 2 കേന്ദ്രങ്ങൾ തുറക്കുമെന്ന പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന മറ്റ് 2 പ്രഖ്യാപനങ്ങൾ ഇത് മാത്രമാണ്. കേന്ദ്രം കേരളത്തോട് തുടരുന്ന കടുത്ത വിവേചനവും അവഗണനയും വെളിവാക്കുന്ന രേഖയാണ് കേന്ദ്ര ബജറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവഗണനയ്ക്ക് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ മറുപടി പറയണം. കേരളത്തിന്റെ ധാതു സമ്പത്ത് കൈക്കലാക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കം അത്യന്തം അപകടകരമാണ്. കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെയും അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തിൻ്റെ കണ്ണിൽ കേരളം എന്ന സംസ്ഥാനം വലിയ മികവ് നേടിയിരിക്കുന്നു. ഓരോ രംഗത്തെക്കുറിച്ചും ആ സർവേ റിപ്പോർട്ടിൽ കൃത്യമായി പറയാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായി. പക്ഷെ അവിടെ തീർന്നു. ഇപ്പോൾ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളൊന്നും പരാമർശിച്ചതേയില്ല. അർദ്ധ അതിവേഗ റെയിലാണ് നമ്മൾ ചോദിച്ചിരുന്നത്. ഇപ്പോൾ ബി ജെ പി സർക്കാരിൻ്റെ വക്താവെന്ന രീതിയിൽ ഒരു ബഹുമാന്യ വ്യക്തി അതിവേഗ റെയിൽ സമ്മതിച്ചിരിക്കുന്നുവെന്ന് കേരളത്തോട് വിളിച്ചു പറയുന്ന സ്ഥിതിയുണ്ടായി. അതിനെപ്പറ്റിയുള്ള പ്രതികരണം നേരത്തെ നടത്തിയതാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഏതായാലും എന്തോ വരാൻ പോകുന്നു എന്നൊരു തോന്നൽ ആളുകൾക്കെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിന് കേരളത്തോടുള്ള മനോഭാവത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് തന്നെയാണ് ഇന്ന് അവതരിപ്പിച്ച ബജറ്റ് വ്യക്തമാക്കുന്നത്. നമ്മുടെ തൊട്ടുകിടക്കുന്ന സംസ്ഥാനങ്ങൾ അവയെല്ലാം കേന്ദ്ര ഗവൺമെൻറ് പരിഗണിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെ. സംസ്ഥാനങ്ങളെ പരിഗണിക്കേണ്ടതാണല്ലോ. പക്ഷേ എന്താണ് കേരളത്തിനുള്ള അയോഗ്യത? ആ അയോഗ്യതയെപ്പറ്റി നമ്മൾ തന്നെ സ്വയം ബോധവാന്മാരാകേണ്ടതുണ്ട്. ഇവിടെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ
ഞാൻ നേരത്തെ പേരെടുത്ത് പറഞ്ഞ സംസ്ഥാനങ്ങളിലേതുപോലുള്ള ഒരു വികാരമല്ല പുതിയ പദ്ധതികൾ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ചില കക്ഷികൾ സ്വീകരിക്കുന്നത്. കേന്ദ്ര ബജറ്റ് നിരാശാജനകമെന്ന് സംസ്ഥാന ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. കേരളം പ്രതീക്ഷിച്ചതൊന്നും നൽകിയില്ല. കേന്ദ്ര ബജറ്റിൽ നിറഞ്ഞു നിന്നത് ടാക്സ് മാത്രമായിരുന്നു. രാജ്യത്തിന്റെ താൽപര്യത്തെക്കാൾ വിദേശ താൽപര്യങ്ങളാണ് ബജറ്റിലുണ്ടായിരുന്നത്. വിദേശ യാത്രാ നിരക്കും വിദേശ വസ്തുക്കളുടെ വിൽപ്പനയും മാത്രമാണ് ബജറ്റിൽ കൂടുതലായി പരാമർശിക്കപ്പെട്ടതെന്നും ധനമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല, സംസ്ഥാനത്തിന്റെ കാര്യം മാത്രമല്ല, ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്ത് നല്ല മുന്നേറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് നയങ്ങളിൽ കൂടിയാണ്. കേരളത്തിനോട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമുണ്ട്. ആകെ ടാക്സ് ഇന്ന് വായിച്ചതിനകത്ത് മഹാഭൂരിപക്ഷം സമയം ടാക്സ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു. ടാക്സിനകത്ത് എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞോന്ന് ചോദിച്ചാൽ അതിനകത്തൊന്നും ഇല്ലതാണ്. നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ആ ടാക്സ് നിർദ്ദേശങ്ങൾ തന്നെ നമ്മുടെ താല്പര്യത്തിനല്ല, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കരാറിന് സഹായിക്കുന്ന, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന യൂറോപ്യൻ യൂണിയൻ കരാർ, നേരത്തെ ട്രംപിന്റെ ഭീഷണിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ അതി വരുന്നു. നമ്മുടെ എക്കണോമിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായ അധികം കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം തന്നെ ഇതിനകത്തുണ്ട്. സാമ്പത്തിക രംഗത്ത് വലിയ മുന്നോട്ട് പോക്കില്ല, വളർച്ചയില്ല, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരാനുള്ള നയങ്ങളില്ല. മനഃപൂർവ്വം കേരളത്തെ ഉപേക്ഷിക്കുന്ന സമീപനമാണ് കേന്ദ്രത്തിന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ധാതു ഇടനാഴി പ്രഖ്യാപനം കേരളത്തിലെ ധാതു സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. എയിംസുമില്ല, അതിവേഗ റെയിൽപാതയുമില്ല. കേരളം ഉണ്ടെന്ന് കാണിക്കാനാണ് കടലാമ പരിപാലന പദ്ധതിയെന്നും സതീശൻ വിമർശിച്ചു. കേന്ദ്ര ബജറ്റ് കേട്ടപ്പോൾ കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് നമുക്ക് സംശയം തോന്നി. കാരണം കേരളത്തിനൊന്നുമില്ല. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ പറഞ്ഞത് എയിംസെങ്കിലും കിട്ടുമെന്നാണ് വിചാരിച്ചത്. അവർ നിരന്തരമായി എയിംസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എയിംസും ഇല്ല, അതിവേഗ റെയിൽപാതയും ഇല്ല, കേരളത്തിന് വേണ്ടി ഒന്നുമില്ല. ഒരു തരത്തിലുള്ള ഒരു ആശ്വാസം കേരളത്തിന് നൽകുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും ഇല്ല എന്നത് സങ്കടകരമാണ്. ആമ പരീക്ഷണത്തിന് വേണ്ടി മാത്രം, അപ്പൊ കേരളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആമ പരിശോധനയ്ക്കുള്ള ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ പരിഹസിക്കുന്നത്? കേരളത്തിലെ ധാതു സമ്പത്ത് മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി അതിനെ മാറ്റരുത്. സംശയത്തോടെ നോക്കാൻ പറ്റുള്ളൂ. കാരണം ഇവര് കടലിൽ ആഴം കൂട്ടാൻ പോയ ആളല്ല. മുന്നറിയിപ്പാണ്. ഇവര് എത്രമാത്രം അവഗണനയോട് കൂടിയാണ് നമ്മുടെ സ്റ്റേറ്റിനെ കാണുന്നത് എന്നുള്ളതാണ്. ഇവിടെ നടത്തിയ ഗീർവാണ പ്രസംഗങ്ങളും വികസിത കേരളത്തെക്കുറിച്ചുള്ള ഒരുപാട് സങ്കല്പങ്ങളും എല്ലാം മനഃപൂർവ്വമായിട്ട് കേരളത്തെ ഉപേക്ഷിക്കുന്ന ഒരു സമീപനമാണ്. അതിശക്തമായ പ്രതിഷേധം അക്കാര്യത്തിൽ ഏർപ്പെടുത്തും. ബജറ്റിലൂടെ കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് കേന്ദ്രം നടത്തിയതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. കേന്ദ്ര അവഗണന ജാഥയിലൂടെ ജനങ്ങളോട് വിശദീകരിക്കും. ഇടതുപക്ഷ ബദലിനെ ഉപരോധം തീർത്ത് തകർക്കാനാണ് മോദി സർക്കാരിന്റെ ശ്രമമെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി അവഗണിച്ചുള്ളതാണ് ബജറ്റെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. രാജ്യത്തെ സർക്കാർ സ്കൂളുകൾ മെച്ചപ്പെടുത്താൻ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. സാധാരണക്കാരായ തൊഴിലാളികളെ വഞ്ചിക്കുന്നതാണ് ബജറ്റെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയെ 2026-27 കേന്ദ്ര ബഡ്ജറ്റിൽ പൂർണ്ണമായി അവഗണിച്ചത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ബഡ്ജറ്റിലെ വിദ്യാഭ്യാസ നിർദ്ദേശങ്ങൾ ഭൂരിഭാഗവും ഉന്നത വിദ്യാഭ്യാസ മേഖലയും നൈപുണ്യ വികസനത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് അടിത്തറവാകുന്നത് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്രം മറന്നുപോയിരിക്കുകയാണ്. രാജ്യത്തെ സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ കണ്ടില്ലെന്നടിക്കുന്ന ഈ സമീപനം തിരുത്തണം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് ആവശ്യമായ പ്രത്യേക പാക്കേജുകൾ അനുവദിക്കണം. 26-27 ബഡ്ജറ്റ് സാധാരണക്കാരായ തൊഴിലാളികളെ വഞ്ചിക്കുന്നതും വൻകിട കോർപ്പറേറ്റ് താൽപര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നതുമാണ്. വികസിത് ഭാരത് എന്ന മുദ്രാവാക്യം വിളിക്കുമ്പോഴും രാജ്യത്തിന്റെ നട്ടെല്ലായ തൊഴിലാളി വർഗത്തെ ബഡ്ജറ്റ് പൂർണ്ണമായി കൈവിട്ടിരിക്കുകയാണ്. കേന്ദ്ര ബജറ്റിലെ ആമ പരിചരണ പ്രഖ്യാപനം കേരളത്തെ അപമാനിക്കുന്നതുപോലെയെന്ന് P.K. കുഞ്ഞാലിക്കുട്ടി. ഒന്നും വാങ്ങിയെടുക്കാൻ സംസ്ഥാനത്തിനാവുന്നില്ല. സർക്കാർ ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണെന്ന് P.K. കുഞ്ഞാലിക്കുട്ടി പരിഹസിച്ചു. അത് കളിയാക്കലായിപ്പോയി. കേരളത്തെ ഇത് സാധാരണ പോലെ തന്നെ അവഗണിച്ചു. അതുകൂടാതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു ആമ പ്രയോഗമുണ്ട്. അതോടുകൂടി അതൊരു അപമാനിക്കലായിപ്പോയി കേരളത്തെ. കാരണം ഒരു സംസ്ഥാനം ഇവിടെ ഉണ്ട് എന്ന
തോന്നൽ തന്നെ അവർക്കില്ല എന്ന് തോന്നുന്നു. എല്ലാവരെയും പോലെ പരിഭവം പറയാനേ കേരള ഗവൺമെൻറ്റിനും കഴിയുന്നുള്ളൂ. പോയി വാങ്ങിയെടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും ദയനീയമായ കാഴ്ച. ഉണ്ടാവില്ല എന്ന് ആകാശം നോക്കിയിരിക്കുകയാണ്. ഒരു ഗവൺമെൻറ് നാട്ടിലെ മറ്റ് പ്രതിപക്ഷം പറയുന്ന മാതിരി പറയാനല്ല ഇരിക്കുന്നത്. ഗവൺമെൻറ് കേരളത്തിൻ്റെ അവകാശം വാങ്ങിയെടുക്കാനായിരിക്കുന്നത്. നിരന്തരം കേരളം അവഗണിക്കപ്പെടുന്നതിൽ കേരള ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഏതായാലും അങ്ങനെയാണ്. അവർക്ക് വലിയ പൊളിറ്റിക്കൽ സ്റ്റേക്കൊന്നും കേരളത്തിലില്ല എന്ന തോന്നലായിരിക്കാം ഇത്തരത്തിൽ എല്ലായ്പ്പോഴും അവഗണിക്കുന്നതിൻ്റെ കാരണം. ബജറ്റ് പ്രഖ്യാപനത്തെ മുൻനിർത്തി നിയമസഭാ പ്രചാരണത്തിന് ഒരുങ്ങാനിരുന്ന BJP കേരള ഘടകത്തിന് കനത്ത നിരാശയാണ് ബജറ്റ്. പാർട്ടി ആദ്യമായി അധികാരത്തിൽ വന്ന തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിന് വമ്പൻ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും ഒന്നുമുണ്ടായില്ല. അതേസമയം കേന്ദ്ര ബജറ്റിന്റെ അവഗണന രാഷ്ട്രീയ ആയുധമാക്കുകയാണ് LDFും UDFും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന ഈ കേന്ദ്ര ബജറ്റിനെ ഏറെ പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ എല്ലാ മുന്നണികളും നോക്കിക്കണ്ടത്. BJPയുടെ വിസ്മയകരമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഇടം പിടിക്കുമെന്ന പ്രതീക്ഷ സംസ്ഥാനത്തെ BJP നേതാക്കൾക്കും ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. പതിവിൽ നിന്നൊക്കെ വ്യത്യസ്തമായി BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് ധാവഡെ അടക്കം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ രാവിലെ മുതൽ ബജറ്റിൻ്റെ തത്സമയ സംപ്രേഷണം ഒരുമിച്ചിരുന്ന് കാണുന്നത് മാധ്യമങ്ങൾക്ക് പകർത്താനുള്ള അവസരമടക്കം BJPയുടെ സംസ്ഥാന കാര്യാലയമായ മറാഠി ഭവനിൽ ഒരുക്കിയിട്ടുമുണ്ടായിരുന്നു. പക്ഷേ കേരളം ഏറെ പ്രതീക്ഷിച്ചിരുന്ന വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയോ എയിംസിന് വേണ്ടിയോ അതോടൊപ്പം തന്നെ ശബരി റെയിൽ പദ്ധതിക്ക് വേണ്ടിയോ അതിവേഗ റെയിൽ പദ്ധതിക്ക് വേണ്ടിയോ ഒന്നും ഒരു നീക്കിയിരിപ്പും ഉണ്ടായില്ല എന്നതാണ് വാസ്തവം. എന്തായാലും സംസ്ഥാന നേതൃത്വം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ നടത്തിയേക്കാം. ആദ്യ പ്രതികരണം രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇതിനോടകം സംസ്ഥാനത്തിനു വേണ്ടി നടപ്പിലാക്കിയ പദ്ധതികൾ അതിൻ്റെ നിലവിലെ അവസ്ഥ എന്താണ്, അത് പൂർത്തിയാക്കിയതിന് ശേഷമല്ലേ കൂടുതൽ ചോദിക്കേണ്ടതെന്നായിരുന്നു. കേരളത്തിന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരണം ചെയ്യുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എനിക്ക് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതുവരെ കഴിഞ്ഞ 10-11 ബഡ്ജറ്റിൽ കേരളത്തിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിനു മുമ്പ് എത്രയോ പദ്ധതികൾ കൊടുത്ത ഈ സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്ര സർക്കാർ ഇന്നും ഈ സർക്കാർ അത് നടപ്പിലാക്കുന്നില്ല. PM ആവാസ് യോജനയാണോ, ജൽജീവൻ മിഷനാണോ, PM ആയുഷ്മാനാണോ, ഞാനൊരു ഉദാഹരണമായിട്ട് പറയണം. കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എൻ്റെ ഒരു ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ നടപ്പിലാക്കാത്തത്? അതേസമയം കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കടുത്ത അവഗണനയാണ് ഉണ്ടായതെന്ന് ചൂണ്ടിക്കാണിച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ BJPക്കെതിരെ വലിയ രാഷ്ട്രീയ പ്രചാരണത്തിന് തുടക്കം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ CPM-ഉം. മലയാളിയായിട്ട് ഇത് കേൾക്കുമ്പോൾ കേരളത്തിൻ്റെ പേരെന്നെ കേൾക്കാനുള്ള കൂടുതൽ അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ആ റെയർ എർത്ത് കോറിഡോർ ഒന്നായിരിക്കും, പിന്നെ ടേർട്ടിൽ ട്രെയിൽ വരാൻ പോകുന്നുണ്ട് ഇത്രയും നമ്മുടെ സംസ്ഥാനത്തിൽ. പക്ഷേ പല അവസരം അവർ നമ്മൾക്ക് തന്നില്ല. ഒരു ഉദാഹരണമാണ് ഇൻലാൻഡ് വാട്ടർവേസിന് വേണ്ടിയിട്ട് ഷിപ്പ് റിപ്പയർ. അവർ ഏതാ സ്ഥലങ്ങൾ പറഞ്ഞാൽ പട്നാം വാരാണസി. കേരളത്തിലാണ് ഏത് സംസ്ഥാനത്തിനും കൂടുതൽ ഇൻലാൻഡ് വാട്ടർവേസ് ഉള്ളത്. അത് എന്തുകൊണ്ടാണ് കേരളത്തിലൊരു ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി തന്നില്ല? എന്തുകൊണ്ട് നമ്മളുടെ ഇൻലാൻഡ് വാട്ടർവേസിന് വേണ്ടി വന്ന് പ്രഖ്യാപിച്ചില്ല? എനിക്ക് അതിശയം തോന്നുന്നു. എന്താണ് മോദി ഗവൺമെൻറ്റിൻ്റെ യഥാർത്ഥമായ സ്വഭാവമെന്ന് വിളിച്ചറിയിക്കുന്നത്? ആ സ്വഭാവം വാഗ്ദത്ത ലംഘനത്തിൻ്റെതാണ്. ഒന്ന് പറയും, വേറൊന്ന് ചെയ്യും. വടക്കോട്ട് പോകുന്നു പറയും, പക്ഷേ മോദി ഗവൺമെൻറ്, BJP ഗവൺമെൻറ്, RSS ഗവൺമെൻറ് വടക്കോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അത് തെക്കോട്ടേ പോകും. ഇടത് വലത് മുന്നണികൾ BJPയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടുമ്പോൾ അതിനെ ഏത് തരത്തിൽ BJP പ്രതിരോധിക്കും എന്നതാണ് ശ്രദ്ധേയം. വലിയ പ്രതീക്ഷയോടെ BJP നോക്കിക്കാണുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടന്ന ഈ ബജറ്റിൽ കേരളത്തോടുണ്ടായിരിക്കുന്ന അവഗണന വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെക്കുമെന്ന കാര്യം ഉറപ്പ്. കേരളത്തിലെ അതിവേഗ റെയിൽ പാത ബജറ്റിൽ പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് E. ശ്രീധരൻ.
ജനുവരി 16-നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ചർച്ച നടത്തിയത്. പ്രവർത്തനം തുടങ്ങാൻ രേഖാമൂലമുള്ള നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്നും ശ്രീധരൻ പറഞ്ഞു. പക്ഷേ പ്രോജക്ട് റിപ്പോർട്ടാക്കാൻ മന്ത്രി പറഞ്ഞു. ആദ്യം DPR തയ്യാറാക്കുകയാണ് വേണ്ടത്. നാളെ തന്നെ ഓഫീസ് തുറക്കുമെന്നും RRT വരില്ലെന്നും ശ്രീധരൻ പ്രതികരിച്ചു. ബഡ്ജറ്റ് വരുന്ന ആരും പിടിച്ചിരിക്കില്ല. അത് വരും സാധാരണ ഒരു പതിവുമില്ല. കാരണം ചെറിയ വാക്ക് കോസ്റ്റിംഗ് 8 or 10 crore അത്രയേ ഉള്ളൂ. 16-ാം തീയതി കാലത്ത് 10:30 മണിക്ക് അദ്ദേഹം കണ്ടത് RRT തന്നെ ഏതായാലും വരില്ല. RRT എന്ന് പറഞ്ഞാൽ അത് വെറും സബർബൻ ട്രാഫിക്കാണ്. അതിലുള്ളതാണ്. അത് നമുക്ക് ചോദിച്ചായിരുന്നതാണ്. അതിൻ്റെ ആവറേജ് സ്പീഡ് ഒരു 50 കിലോമീറ്റർ 55 കിലോമീറ്റർ ആവറേജ് സ്പീഡ് ഉള്ളൂ. നമ്മൾ 200 കിലോമീറ്റർ സ്പീഡിലാണ് സംസാരിക്കുന്നത്. ശ്രീധരൻ പ്രഖ്യാപിച്ച പദ്ധതിക്ക് കേന്ദ്ര അനുമതി ഇല്ലെന്ന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. RRTS പദ്ധതിയുമായി മുന്നോട്ടു പോകും. അതിനും കേന്ദ്ര സർക്കാർ അനുമതി നൽകാൻ സാധ്യതയില്ലെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻപുട്ട് കൂടിയാണ് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇന്ന് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നപ്പോൾ എന്നാൽ കേരളത്തിലെ ഗവൺമെന്റ് ഞങ്ങൾ പ്രധാനമായിട്ടും ഒരു പുതിയ പദ്ധതിയുടെ ഭാഗമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ചു, അംഗീകരിച്ചു. കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ചർച്ച ചെയ്യാമെന്ന് കേന്ദ്ര മന്ത്രിയോട് സംസാരിച്ചപ്പോൾ സമ്മതിക്കുകയും RRTC എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. അത് റാപ്പിഡ് റെയിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന രീതിയിലാണ് അത് അവതരിപ്പിച്ചത്. അതായത് നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള യാത്രക്ക് ആവശ്യമുള്ള ഒരു പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന്റെ ഒപ്പം ചേർന്നുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മന്ത്രിയുമായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ധാരണ. അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അതും പ്രഖ്യാപിച്ചിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആര് മുന്നോട്ടേക്ക് കൊടുക്കുന്നുള്ളതല്ല, കേരളത്തിന് ആവശ്യമുള്ള അതിവേഗ അല്ലെങ്കിൽ അർദ്ധവേഗ ട്രെയിനും അതുപോലെ തന്നെ പാതയും പോകണം. അത് ഇന്നയാളായിക്കോളെന്ന നിർബന്ധം ഞങ്ങൾക്കില്ല. നേരത്തെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിവരം കേന്ദ്ര ഗവൺമെന്റ് ഇല്ല എന്നാണ്. മറ്റു വാർത്തകളുടെ ഇടവേളയ്ക്ക് ശേഷം യിലെ നേച്ചേഴ്സ് ലക്ഷറി റിസോർട്ട് വളപ്പിലായിരുന്നു സംസ്കാരം. കോൺഫിഡന്റ് ഗ്രൂപ്പിന് കീഴിലുള്ള ഈ സ്ഥലത്ത് തന്റെ സംസ്കാരം നടത്തണമെന്ന റോയുടെ ആഗ്രഹപ്രകാരമാണ് അന്ത്യവിശ്രമത്തിന് ഇവിടെ സ്ഥലമൊരുക്കിയത്. കൽക്കരി സെയിന്റ് ജോസഫ് പള്ളിയിലെ ശുശ്രൂഷ ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു സംസ്കാരം. സ്വന്തം ഓഫീസിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ CJ റോയിയെ കണ്ടെത്തിയ സംഭവത്തിൽ കർണാടക സർക്കാർ നിയോഗിച്ച SITയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ED പരിശോധനയ്ക്കിടെയായിരുന്നു റോയ് വെടിവെച്ച് മരിച്ചത്. ഇതിൽ ദുരൂഹതയുണ്ട് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ധനരാജ് രക്തസാക്ഷി ഫണ്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പാർട്ടി തയ്യാറാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നയാ പൈസ ക്രമക്കേട് നടത്തുന്ന പാർട്ടിയല്ല CPM എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പ്രകാശനം ചെയ്ത ശേഷം എല്ലാ ആരോപണങ്ങൾക്കും മറുപടി നൽകുമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. LDFന്റെ വടക്കൻ മേഖലാ ജാഥ കഴിഞ്ഞതിനു ശേഷം മാധ്യമങ്ങളെ കാണുമെന്നും KK രാഗേഷ് പറഞ്ഞു. LDFന്റെ വിഷയമല്ലല്ലോ, CPMന്റെ വിഷയമല്ലേ. ഇവിടെ ഞാനത് പറയുന്നത് ഉചിതമല്ല. എത്രാം തീയതിയായി ഈ പുസ്തകം വരുന്നു പറഞ്ഞ്? 4-ാം തീയതി. 4 കഴിഞ്ഞ് 5ഓടുകൂടി ജാഥ ഇവിടുന്ന് കഴിയല്ലോ. ജാഥ കഴിഞ്ഞ് 6-ാം തീയതി നിങ്ങളെ എല്ലാ ചോദ്യത്തിനും മറുപടി പറയാൻ വേണ്ടി ഞാനിവിടെ ഉണ്ടാവും.
നിങ്ങൾ എല്ലാ ആ പുസ്തകം നന്നായി വായിച്ച് ആവശ്യമുള്ള ചോദ്യങ്ങളെല്ലാം തയ്യാറാക്കി റെഡിയാക്കി നിങ്ങൾ വന്നോളൂ. ഞാനും കൂടി ഉണ്ടാവും. നമുക്ക് പരസ്പരം കാണാം. സിലബസ് ലഘൂകരണത്തിൽ വിശദീകരണവുമായി മന്ത്രി വി ശിവൻകുട്ടി. പാഠഭാഗങ്ങൾ ഒഴിവാക്കുകയല്ല, കണ്ടന്റ് കുറയ്ക്കുകയാണ്, ആവർത്തനങ്ങൾ ഒഴിവാക്കുകയാണ് ലക്ഷ്യം. കരിക്കുലം കമ്മിറ്റി യോഗം ചേർന്ന് ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടേത് ഏകപക്ഷീയ തീരുമാനമെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. മെയ് 8-ന് SSLC ഫലപ്രഖ്യാപനം നടക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കുട്ടികളുടെ പഠനഭാരം സംബന്ധിച്ച ചർച്ചകൾ സമൂഹത്തിൽ സജീവമാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കേവലം പുസ്തക സഞ്ചിയുടെ ഭാരം കുറയ്ക്കൽ മാത്രമല്ല, മറിച്ച് മാനസികമായ ഭാരം കൂടി കുറയ്ക്കുവാനുള്ള സർക്കാരിന്റെ ആത്മാർത്ഥമായ ഇടപെടലിന്റെ ഭാഗമാണ്. ഈ ലക്ഷ്യത്തോടെയാണ് സിലബസ് ലഘൂകരണത്തെക്കുറിച്ച് ഉള്ള ഗൗരവമായ ആലോചന നടക്കുന്നത്. 10 വർഷക്കാലം ഒരേ പുസ്തകങ്ങൾ പഠിപ്പിക്കുക എന്നത് മാറുന്ന കാലത്ത് പ്രായോഗികമല്ല. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഇവോൾവിംഗ് ടെക്സ്റ്റ് എന്ന ആശയമാണ് പാഠ്യപദ്ധതി ചട്ടക്കൂടിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. പാഠഭാഗങ്ങളുടെ എണ്ണം കൂടിയതുകൊണ്ട് മാത്രം അറിവ് വർദ്ധിക്കണമെന്നില്ല. കണ്ടന്റ് കൂടുന്നതിലല്ല കാര്യം, അത് എക്സ്പെരിമെന്റൽ ലേണിംഗ് രീതിയിലൂടെ പഠിപ്പിച്ച് ആഴത്തിലുള്ള പഠനം നടക്കുന്നുവെന്ന് ഉറപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. മെയ് 7-ന് ബോർഡ് മീറ്റിംഗ് ചേരുകയും മെയ് 8-ന് ഔദ്യോഗികമായ പരീക്ഷാഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും. പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ മര്യാദകൾ ലംഘിച്ച സാഹചര്യത്തിലാണ് തിരിച്ചും മറുപടി പറയേണ്ടി വന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അദ്ദേഹവുമായി വ്യക്തിപരമായി ഒരു പ്രശ്നവുമില്ല, ബെല്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിക്കുന്നു. അതെല്ലാം ശരിയാണോ എന്നും ശിവൻകുട്ടി ചോദിച്ചു. രാഷ്ട്രീയ മര്യാദകളെ സകല പരിധികളും ലംഘിച്ച അവസരത്തിലാണ് തിരിച്ചും അതേ രൂപത്തിൽ തന്നെ അഭിപ്രായ പ്രകടനം നടത്തേണ്ട സാഹചര്യം ഉണ്ടായതെന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തോട് വ്യക്തിപരമായി യാതൊരു ബുദ്ധിമുട്ടുമില്ല. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അതിരൂക്ഷമായി എടാപോട എന്നടക്കം വിളിച്ചുകൊണ്ട് പ്രസംഗിച്ചതിന് ശേഷം ഞാനും അദ്ദേഹം കൂടെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. എന്നെ വിളിക്കാൻ കഴിയുന്ന മുഴുവനോടെ വിളിച്ചിട്ടാണ് വന്നിട്ട് എൻ്റെ അടുത്തിരുന്ന് പറഞ്ഞു, നിങ്ങൾക്കെതിരെ കുറിച്ച് ഞാൻ ശക്തിയായിട്ട് ആഞ്ഞടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ സാരമില്ല, ഞാനും ഇനി പുറത്തോട്ട് ഇറങ്ങി ഒരു ആഞ്ഞടി നടത്തുന്നതിന് വേണ്ടി നോക്കാം. കേരള കോൺഗ്രസ് എമ്മിനായി UDF ഇട്ട ചൂണ്ടയുടെ മുന ഒടിയുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേരള കോൺഗ്രസ് LDF-ൽ തുടരും. UDF-ന്റെ ഗതികേട് കൊണ്ടാണ് ഓരോ ദിവസവും LDF-ലെ കക്ഷികൾക്കായി ചൂണ്ടയിടുന്നതെന്നും ബിനോയ് വിശ്വം പരിഹസിച്ചു. കെ മുരളീധരന്റെ കുഴിയിൽ ചാടൽ പരാമർശത്തെയും CPI സംസ്ഥാന സെക്രട്ടറി പരിഹസിച്ചു. കൂടെ കിടന്നവനാണല്ലോ രാപ്പനി അറിയുക എന്നായിരുന്നു പരിഹാസം. ഒരു മുന്നണിയുടെ ഒരു പാർട്ടിയുടെ ഗതികേടാണ് കോൺഗ്രസിന്റെ ഓരോ പ്രസ്താവനയും വലുതാക്കുന്നത്. നേരം വെളുക്കുമ്പോഴത്തേക്ക് ഒരു പേര് പറയുകയാണ്, ആ പാർട്ടി ഇപ്പോൾ വരുന്നു. UDF ഒറ്റയ്ക്ക് ഇപ്പോൾ ഞാൻ വായിച്ചല്ലോ, ഇന്നലെ ശ്രീ മുരളീധരൻ പറഞ്ഞു എൻ്റെ പേര് എല്ലായിടത്തും ഉണ്ട്, 2 സ്ഥലം ഒഴികെ ബാക്കി എല്ലായിടത്തും എൻ്റെ പേരുണ്ടെന്നാണ് മുരളി പറയുന്നത്. മുരളി പിന്നെ പറഞ്ഞു, അത് സ്നേഹം കൊണ്ടാണോ അതോ നിഗ്രഹിക്കാൻ വേണ്ടിയാണെന്ന് അറിയാൻ പാടില്ലെന്നും പറഞ്ഞു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, കുഴികൾ ചാടാൻ ഇല്ലെന്നും പറഞ്ഞു. മുരളിക്കും അറിയാം കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് മത്സരിക്കാൻ പോകുന്നത് ഒരു കുഴിയാണെന്ന് മുരളിക്കും അറിയാം. അപ്പൊ അകത്തിരുന്നു കൊണ്ട് രാപ്പനെല്ലാം അറിഞ്ഞ മുരളി പറയുമ്പോഴത്തേക്കും അതാണ് സ്ഥിതി കോൺഗ്രസിനകത്തുള്ള. ശശി തരൂർ നൽകിയ ഉറപ്പിന് എത്ര മാസത്തെ ഗ്യാരണ്ടി ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീഷിനോട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തരൂരിനെ CPM-ലേക്ക് ക്ഷണിച്ചിട്ടുണ്ടാകുമെന്ന് താൻ കരുതുന്നില്ല. തരൂരിന്റെ BJP അനുകൂല നിലപാട് മാറാതെ ഇടതുപക്ഷത്തേക്ക് വരാനാവില്ല. മോദിയെ പുകഴ്ത്തുന്നത് പതിവാക്കിയ ആളാണ് തരൂരെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. തരൂരിന്റെ ഈ ഉറപ്പിന് എത്ര മാസത്തെ വാറന്റിയുണ്ട്? വർഷത്തെയല്ല, എത്ര മാസത്തെ വാറന്റിയുണ്ട്? ആഴ്ചക്കാഴ്ചയ്ക്ക് BJP പുകഴ്ത്തൽ ശീലമാക്കി മാറ്റിയ ഈ കോൺഗ്രസ് നേതാവ് ഇപ്പോഴീ കാണിക്കുന്ന പുത്തൻ കോൺഗ്രസ് സ്നേഹത്തിന്റെ ആയുസ് എത്ര മാത്രമുണ്ടെന്ന് എല്ലാവരെ പോലെ നമുക്ക് ആശങ്കയുണ്ട്. CPM-നെ പോലൊരു പാർട്ടി ഒരു BJP ചങ്ങാതിയെ സ്വാഗതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ നിലപാട് മാറ്റിവെച്ചാലേ അത് ചിന്ത ഒതുക്കുന്നുള്ളൂ. ഒന്നുകിൽ BJP പുകഴ്ത്തും, അല്ലെങ്കിൽ വേറെ രൂപത്തിൽ BJP പിന്താങ്ങും. അതൊരു ശീലമാക്കി മാറ്റിയ നേതാവാണ് അദ്ദേഹം. നടിയെ ആക്രമിച്ച കേസിലും ബിജു രാധാകൃഷ്ണന്റെ ഇടപെടലെന്ന് വെളിപ്പെടുത്തൽ. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി മാർട്ടിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ബിജു രാധാകൃഷ്ണന്റെ ഇടപെടൽ ഉണ്ടെന്നാണ് സംശയിക്കുന്നത്. ബിജു രാധാകൃഷ്ണൻ ഉൾപ്പെട്ട CSR തട്ടിപ്പ് കേസിലെ പരാതിക്കാരൻ റിൻഷാദാണ് ഇക്കാര്യം ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയത്. നടൻ ദിലീപിന്റെ സഹോദരൻ 3 കോടി രൂപ നൽകുമെന്ന് ബിജു രാധാകൃഷ്ണൻ അറിയിച്ചതായി റിൻഷാദ് വെളിപ്പെടുത്തി. പോലീസ് റിൻഷാദിന്റെ മൊഴിയെടുത്തു. ന്യൂസ് 18
എക്സ്ക്ലൂസീവ് MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ട് കാണാം. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണനെതിരായ CSR തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ റിൻഷാദാണ് നിർണായകമായ വെളിപ്പെടുത്തൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടത്തിയത്. കേസിലെ പ്രതിയായ നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ മാർട്ടിൻ ജാമ്യത്തിലിറങ്ങിയ ശേഷം താനും ബിജു രാധാകൃഷ്ണനും സംസാരിച്ചുകൊണ്ടിരുന്ന മരടിലെ ഹോട്ടലിലേക്ക് എത്തി. ഈ സമയത്ത് നിഷ കെ പീറ്റർ മാർട്ടിന്റെ അഭിഭാഷക ഒപ്പമുണ്ടായിരുന്നു. അതിനുശേഷം ചില കൂടിയാലോചനകൾ മാർട്ടിനുമായി ബിജു രാധാകൃഷ്ണൻ നടത്തി എന്നാണ് റിൻഷാദ് വെളിപ്പെടുത്തിയത്. ഇതിനുശേഷം കുമരകത്തെ ഒരു റിസോർട്ടിൽ വെച്ച് ദിലീപിന്റെ സഹോദരൻ, നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായിരുന്ന ദിലീപിന്റെ സഹോദരനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. അതിനുശേഷം 3 കോടിയോളം രൂപ ദിലീപിന്റെ സഹോദരൻ നൽകുമെന്ന് അറിയിച്ചു. മറ്റു ചില കാര്യങ്ങൾ കൂടി ബിജു രാധാകൃഷ്ണൻ സംസാരിച്ചുവെന്നും ന്യൂസ് 18നോട് റിൻഷാദ് വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പ്രചരിച്ചതിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലാണ് റിൻഷാദിന്റെ മൊഴി ശേഖരിക്കാനായി പോലീസ് വിളിപ്പിച്ചത്. നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്ന ശേഷം കേസിലെ രണ്ടാം പ്രതിയായ മാർട്ടിൻ ഈ അതിജീവിതയുടെ പേരടക്കം വെളിപ്പെടുത്തി ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ഈ വീഡിയോ നിർമ്മിക്കുന്നതിനുള്ള ഗൂഢാലോചന ബിജു രാധാകൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ് നടന്നത് എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് തന്നോട് അന്വേഷണ സംഘം ചോദിച്ചതെന്ന് റിൻഷാദ് പറയുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് തൃശ്ശൂർ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഓഫീസിൽ നിന്ന് കോൾ വരികയും നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പം മാർട്ടിൻ്റെ പുതിയൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെ തുടർന്ന് പുതിയ FIR ഇട്ട് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കുകയും എൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് 18 ചാനലിൽ വന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കുറേ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വിശദ വിവരങ്ങൾ അന്വേഷിക്കണം, മൊഴി രേഖപ്പെടുത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ട് പോലീസുകാർ എന്നെ വിളിക്കുകയും ഇന്ന് ഞാനും എൻ്റെ മറ്റു സുഹൃത്തും ചേർന്ന് തൃശ്ശൂർ ക്രൈം കമ്മീഷണർ ഓഫീസിൽ ഹാജരായി വിശദമായ എൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയായ മാർട്ടിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ അത് ആരുടെ സ്ക്രിപ്റ്റാണെന്നും അതാര് പറഞ്ഞിട്ടാണെന്നും അത് സ്ക്രിപ്റ്റ് മാർട്ടിൻ പറയുന്നതിന് മുമ്പ് അത് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ വിശദമായ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഞാൻ പറയുകയും അവർ 2 മണിക്കൂറോളം ഇരുന്ന് ഞങ്ങളെല്ലാം എൻ്റെ മൊഴി രേഖപ്പെടുത്തി, എൻ്റെ സുഹൃത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വിഷയത്തിൽ. ഇത് കോടതിയിലിരിക്കുന്ന കാര്യങ്ങളും അന്വേഷണത്തിനൊക്കെ നിൽക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല. എന്നാലും പരിമിതികളുണ്ട്. എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ സംസാരിച്ചു, എൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിജു രാധാകൃഷ്ണന്റെ CSR തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് പുറത്തുവിട്ടത്. പരാതിയുമായി ചിലർ രംഗത്ത് വരികയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിക്കടക്കം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ DGPക്ക് ഈ പരാതി കൈമാറിയിരുന്നു. തുടർന്ന് DGPയുടെ നിർദ്ദേശപ്രകാരം DYSP റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടി എടുക്കണമെന്ന് DGP ഉത്തരവിട്ടിരുന്നു. ഒപ്പം കടവന്ത്ര പോലീസിൽ നേരത്തെ പരാതി നൽകിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കാൻ കടവന്ത്ര പോലീസ് തയ്യാറായിരുന്നില്ല. FIR ഇടുന്നതിനുള്ള നടപടികളും കൈക്കൊണ്ടില്ല. ഇതേ തുടർന്ന് പരാതിക്കാരനായ റിൻഷാദ് കോടതിയെ സമീപിക്കുകയും FIR ഇട്ട് കേസെടുക്കാനുള്ള നിർദ്ദേശം കോടതി നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും സർക്കാർ തലത്തിൽ തന്നെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ഇപ്പോൾ കോടതിയിൽ നിന്നും അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ഈ 2 കാര്യങ്ങൾ വന്ന സാഹചര്യത്തിൽ അധികം വൈകാതെ തന്നെ FIR ഇട്ട് ബിജുവിനെതിരായ CSR തട്ടിപ്പ് വളരെ വിശദമായി അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒപ്പം കേരള, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുമായി നിരവധി പേരാണ് ബിജുവിന്റെ തട്ടിപ്പിനിരയായത്. പലർക്കും ഈ പണം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ സ്ഥാപനത്തിന്റെ സൽപ്പേര് നഷ്ടപ്പെടുന്ന അടക്കമുള്ള പ്രശ്നങ്ങളുള്ളതിനാൽ പരസ്യമായി പരാതി പറയാൻ രംഗത്ത് വന്നിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള അടക്കം ആളുകളെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. എന്തായാലും പോലീസിന്റെ അന്വേഷണം ആരംഭിക്കുമ്പോൾ കൃത്യമായ മൊഴി നൽകുമെന്നാണ് ഇവരടക്കമുള്ളവർ പറയുന്നത്. ഇടവേള. ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കാൻ എത്തുമ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത് കേവലം അക്കങ്ങളിലേക്കും നികുതി നിരക്കുകളിലേക്കും മാത്രമല്ല. ആധുനിക ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾക്കൊപ്പം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് ദിനത്തിലെ വസ്ത്രധാരണം മാറിയിരിക്കുന്നു. തുടർച്ചയായ 9ാം തവണയും രാജ്യത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കാൻ അവർ എത്തുമ്പോൾ തമിഴ്നാടിന്റെ തനതായ നെയ്ത്തു പാരമ്പര്യത്തെ വിളിച്ചോതുന്ന കാഞ്ചീവരം സാരിയാണ് തിരഞ്ഞെടുത്തത്. ഇത് കേവലം ഒരു ഫാഷൻ താല്പര്യമല്ല, മറിച്ച് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന കൈത്തറി മേഖലയെയും പ്രാദേശിക കലാകാരന്മാരെയും ആഗോളതലത്തിൽ അടയാളപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം കൂടിയാണ്.
ഓരോ വർഷവും അവർ തിരഞ്ഞെടുക്കുന്ന സാരികൾക്ക് പിന്നിൽ ഇന്ത്യയുടെ ഓരോ സംസ്ഥാനത്തിൻ്റെയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നെയ്ത്ത് ചരിത്രമുണ്ട്. 2026 ബജറ്റ് അവതരണ വേളയിൽ നിർമ്മലാ സീതാരാമൻ അണിഞ്ഞത് മജന്ത നിറത്തിലുള്ള മനോഹരമായ ഒരു കാഞ്ചീവരം സിൽക്ക് സാരിയാണ്. തമിഴ്നാടിൻ്റെ നെയ്ത്തു പാരമ്പര്യത്തിൻ്റെ അടയാളമായ ഈ സാരിയിൽ കട്ടം എന്ന് വിളിക്കപ്പെടുന്ന കടും തവിട്ട് നിറത്തിലുള്ള ചെറിയ ചതുരങ്ങൾ അഥവാ ചെക്കുകൾ മനോഹരമായി കോർത്തിണക്കിയിരിക്കുന്നു. നൂൽ കൊണ്ട് തീർത്ത ബോർഡറുകൾ ഈ വസ്ത്രത്തിന് കൂടുതൽ പ്രൗഢിയും നൽകി. ചുവന്ന പൗച്ചിനുള്ളിൽ സൂക്ഷിച്ച ടാബ്ലറ്റുമായി അവർ പാർലമെന്റിൽ കൊച്ചിയിൽ ആവേശമായി നമ്മുടെ റൺ. ന്യൂസ് 18 നെറ്റ്വർക്ക് രാജ്യവ്യാപകമായി നടത്തുന്ന നമ്മുടെ റൺ മാരത്തോണിന്റെ കേരള എഡിഷൻ കൊച്ചിയിൽ നടന്നു. മലയാളികളുടെ ആരോഗ്യ സംരക്ഷണവും വ്യായാമവും ഉറപ്പാക്കാനും അതുവഴി ജീവിതശൈലി രോഗങ്ങൾ അടക്കമുള്ളവയിൽ നിന്ന് മുക്തി നേടാനുമുള്ള സന്ദേശം പ്രചരിപ്പിക്കാനാണ് കൊച്ചിയിൽ മാരത്തൺ സംഘടിപ്പിച്ചത്. എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക മാരത്തൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. കുട്ടികൾ, മുതിർന്നവർ, പ്രൊഫഷണൽ റണ്ണേഴ്സ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി 3500-ലേറെ പേരാണ് നമ്മുടെ റൺ മാരത്തോണിൽ പങ്കെടുത്തത്. മുൻ വോളിബോൾ ടീം ക്യാപ്റ്റൻ ടോം ജോസഫ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ആദ്യമായി പങ്കെടുക്കുന്നവർക്ക് വലിയ ആവേശമായിരുന്നു മാരത്തോൺ. 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ, കുട്ടികൾക്കായി 1, 2, 3 കിലോമീറ്റർ എന്നിങ്ങനെയായിരുന്നു മത്സരം. ന്യൂസ് 18 നെറ്റ്വർക്കിന്റെ ഉദ്യമത്തിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമെന്ന് പിട്ടാപ്പിള്ളി ഏജൻസി പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ ആൻഡ് സിഇഒ കിരൺ വർക്കി. തീർച്ചയായിട്ടും ന്യൂസ് 18 പ്രോഗ്രാംസിനെല്ലാം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ വന്ന് ഈ എനർജി കണ്ടപ്പോഴാണ് തീർച്ചയായിട്ടും എല്ലാ ഏജിലുള്ള ആൾക്കാർ വളരെ സ്ട്രോങ് മെസ്സേജ്, ലഹരിക്ക് അഗെയിൻസ്റ്റുള്ള മെസ്സേജിന് അഗെയിൻസ്റ്റുള്ള ആണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ബിസിനസ് എന്ന രീതിയിൽ ഞങ്ങളും അതിന്റെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജസ്വലരായ യൂത്താണ് ഈ ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് കൂടിയാണ് പിട്ടാപ്പിള്ളി ഇതിന്റെ ഭാഗമാവാൻ ആഗ്രഹിച്ചത്. MLA-മാരായ PV ശ്രീനിജൻ, TJ വിനോദ്, കൊച്ചി ഡെപ്യൂട്ടി മേയർ ദീപക് ജോയ് എന്നിവർ വിജയികൾക്കുള്ള ക്യാഷ് അവാർഡുകൾ നൽകി. ന്യൂസ് 18 കൊച്ചി. എസ്കലേര വനിതാ ഫെസ്റ്റ് 2026 ഭാഗമായി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വനിതകളുടെ ബുള്ളറ്റ് റാലി സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് AIG പൂങ്കുഴലി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് പറയുന്നതിലുപരി അവർ സുരക്ഷിതരാണെന്ന ആത്മവിശ്വാസം സ്ത്രീകൾക്ക് നൽകണമെന്ന് പൂങ്കുഴലി പറഞ്ഞു. KSWC മാനേജിംഗ് ഡയറക്ടർ ബിന്ദു VC ചടങ്ങിൽ പങ്കെടുത്തു. സ്ത്രീ ശക്തി കേരളത്തിന്റെ ഭാഗമായി ഈ മാസം 3 മുതൽ 9 വരെയാണ് തിരുവനന്തപുരത്ത് എസ്കലേര വനിതാ ഫെസ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി സംഘടിപ്പിച്ചത്. മലപ്പുറം തിരൂരങ്ങാടി ചെറുമുക്കിൽ ബൈക്ക് വർക്ക്ഷോപ്പിന് തീപിടിച്ച് 26 ബൈക്കുകൾ പൂർണ്ണമായി കത്തിനശിച്ചു. തൊട്ടടുത്ത മൃഗാശുപത്രിയിലെ റെക്കോർഡുകളും കത്തിനശിച്ചു. ചെറുമുക്ക് GMLP സ്കൂളിന് സമീപത്തെ ഫ്ലൈ വീൽസ് എന്ന സ്ഥാപനത്തിൽ രാത്രി 1:30യോടെയായിരുന്നു തീപിടുത്തം. കെട്ടിടത്തിന് മുകളിൽ താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശികളാണ് തീ പടരുന്നത് ആദ്യം കണ്ടത്. പുതിയതും പഴയതുമായ 26 ബൈക്കുകൾ പൂർണ്ണമായി കത്തിനശിച്ചു. ചെറുമുക്ക് വെസ്റ്റിലെ നിലങ്ങത്ത് നിയാസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് കത്തിയത്. തൊട്ടടുത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന നന്നമ്പ്ര മൃഗാശുപത്രിയിലേക്കും തീ പടർന്നു. മരുന്നുകളും 29 വർഷത്തെ റെക്കോർഡുകളും കത്തിനശിച്ചിട്ടുണ്ട്. താനൂരിൽ നിന്നും തിരൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ വിഘടനവാദി ഗ്രൂപ്പായ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ 84 മരണം, 18 പേരെ ബന്ദികളായി തട്ടിക്കൊണ്ടുപോയി. 5 ജില്ലകളിലായി 12-ലധികം ഇടങ്ങളിലാണ് ഒരേ സമയം ആക്രമണം നടന്നത്. ഓപ്പറേഷൻ ഹെറോഫിന്റെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയത്. മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്നതിനായുള്ള നീക്കമെന്നായിരുന്നു BLA നേതാക്കളുടെ പ്രതികരണം. പാകിസ്ഥാൻ സൈന്യത്തിന്റെയും രഹസ്യാന്വേഷണ വിഭാഗമായ ISIയുടെയും കേന്ദ്രങ്ങളിലായിരുന്നു ആക്രമണം. 10 മണിക്കൂറിൽ 5 ജില്ലകളിലെ 12-ലധികം കേന്ദ്രങ്ങളിലായിരുന്നു പ്രഹരം. ക്വറ്റ, നോഷ്കി, മാസ്റ്റുങ്, ഡാൽബണ്ടിൽ, കലത്, ഖരൻ, പഞ്ച്കൂർ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ കടുത്ത നാശനഷ്ടമുണ്ടായി. ചില പ്രദേശങ്ങളിൽ സുരക്ഷാ സേനയുടെ സഞ്ചാരം താൽക്കാലികമായി നിയന്ത്രിച്ചു.
ആകെ 84 പേരാണ് കൊല്ലപ്പെട്ടത്. 18 പേരെ ബന്ദികളായി തട്ടിക്കൊണ്ടുപോയി. അതേസമയം പാകിസ്ഥാൻ സേന നടത്തിയ പ്രത്യാക്രമണത്തിൽ 133 വിഘടനവാദികളും കൊല്ലപ്പെട്ടു. മേഖലയിൽ സംഘർഷ സാഹചര്യം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 32 പേർ കൊല്ലപ്പെട്ടു. ട്രംപിന്റെ നേതൃത്വത്തിലുള്ള സമാധാന സമിതി നിലവിൽ വന്നതിന് ശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത്. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാരോപിച്ചായിരുന്നു നടപടി. ഗാസ സിറ്റി, അൽമുവാസി, ഖാൻ യൂനിസ് എന്നിവിടങ്ങളിലെ അഭയാർത്ഥി കേന്ദ്രങ്ങളിലും ഷെയ്ഖ് റദ്വാനിലെ പോലീസ് സ്റ്റേഷനിലുമാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്നാരോപിച്ചായിരുന്നു നീക്കം. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 32 പേർ കൊല്ലപ്പെട്ടു. 2025 ഒക്ടോബർ 10 വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏറ്റവും മാരകമായ ആക്രമണമാണിത്. സംഭവത്തെ ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങൾ അപലപിച്ചു. US മുന്നോട്ട് വെച്ച 20 ദിന സമാധാന പദ്ധതിയുടെ ഭാഗമായാണ് ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലുള്ളത്. വ്യവസ്ഥകൾ പ്രകാരം അവസാനത്തെ ഇസ്രയേൽ ബന്ദിയുടെ മൃതദേഹവും ഹമാസ് തിങ്കളാഴ്ച കൈമാറിയിരുന്നു. ഇതോടെ സമാധാന പദ്ധതിയുടെ 2ാം ഘട്ടം നടപ്പിലാകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഇസ്രയേലിന്റെ ആക്രമണത്തോടെ ഹമാസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ഇനി നിർണായകമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സമാധാന കരാറിന് ശേഷം ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ 509 പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യ ഇനി മുതൽ വെനസ്വേലയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ പൂർണ്ണമായി നിർത്തുമെന്നും പകരമായാകും വെനസ്വേലയിൽ നിന്ന് വ്യാപാരം ആരംഭിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. വൈറ്റ് ഹൌസ് പുറത്തുവിട്ട ഓഡിയോ സന്ദേശത്തിലാണ് വിശദീകരണം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ കടത്തിക്കൊണ്ടുപോയ ശേഷം രാജ്യത്തെ ക്രൂഡ് ഓയിൽ US-ന്റെ നിയന്ത്രണത്തിലാണ്. എന്നാൽ ഇന്ത്യ ട്രംപിന്റെ പ്രസ്താവനയിൽ ഔദ്യോഗിക വിശദീകരണമൊന്നും നൽകിയിട്ടില്ല. US നേരത്തെ ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ 25% തീരുവ പ്രഖ്യാപിച്ചിരുന്നു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,720 രൂപ, പവന് 1,17,760 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 12,155 രൂപ, പവന് 97,240 രൂപ. വെള്ളി ഗ്രാമിന് 350 രൂപ, കിലോഗ്രാമിന് 3,50,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.